നമസ്കാരം. TCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രത്യേക വികസന പദ്ധതി കലക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം വലിയപറമ്പ് സന്ദർശിച്ചു. പദ്ധതി കാര്യത്തിൽ ഭരണസമിതി ലാഘവബുദ്ധിയോടെ പെരുമാറിയെന്ന് ആരോപണം. ചീമേനിയിൽ താപ വൈദ്യുത നിലയം, ജനങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ച് ചീമേനിയിൽ ജനകീയ സംവാദം. തരിശിട്ടപ്പാടത്ത് 100 മീനി വിളവുമായി കുടുംബശ്രീ പ്രവർത്തകർ. 2.5 ഏക്കർ വയലിൽ കൃഷിയിറക്കിയത് എടാട്ടുമൽ ഹരിത കുടുംബശ്രീ യൂണിറ്റ്. സംസ്ഥാന വനിതാ പൈക്ക കായികമേള ഒക്ടോബർ 13-14 തീയതികളിൽ ചെറുവത്തൂരിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വാർത്തകളിലേക്ക് വിശദമായി. വലിയപറമ്പ് പഞ്ചായത്തിൽ പ്രത്യേക വികസന പാക്കേജ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ സംഘം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. കലക്ടർ PS മുഹമ്മദ് സഗീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. എമർജിംഗ് വലിയപറമ്പ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിനുള്ള പ്രത്യേക വികസന പാക്കേജ് തയ്യാറാക്കുന്നതിന്റെ പ്രാരംഭഘട്ടമായാണ് കലക്ടർ PS മുഹമ്മദ് സഗീറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ദ്വീപിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ച എമർജിംഗ് വലിയപറമ്പയുടെ വിവിധ വശങ്ങൾ ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കുകയും പ്രാഥമിക വിലയിരുത്തൽ നടത്തുകയും ചെയ്തു. മാവില കടപ്പുറം AAP സ്കൂൾ പരിസരത്ത് നടന്ന യോഗത്തിനു ശേഷം ദ്വീപിന്റെ വടക്കേ അറ്റമായ ഒരിയര പുലിമുട്ട പദ്ധതി പ്രദേശത്തു നിന്നാണ് കലക്ടറും സംഘവും പര്യടനം ആരംഭിച്ചത്. ഒരിയരയെ അഴിത്തലയുമായും തെക്കേ കടപ്പുറവുമായും ബന്ധിപ്പിക്കുന്ന റോഡ്, പാലം വേണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ഭാഗങ്ങൾ കലക്ടർ കണ്ടു. വികസന പാക്കേജ് തയ്യാറാക്കി മേൽനോട്ടം വഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ADC KM രാമകൃഷ്ണൻ, നീലേശ്വരം BDO NK പുഷ്കരൻ എന്നിവരും PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ P ശശിധരൻ, കൃഷി, ഫിഷറീസ്, ടൂറിസം, ആരോഗ്യ മേഖലകളിലെ വിവിധ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റ് K സിന്ധു, വൈസ് പ്രസിഡന്റ് ഉസ്മാൻ പണ്ഡ്യാല, KV ഗംഗാധരൻ, NK ഹമീദ് ഹാജി, C നാരായണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P ശ്യാമള, P സൗജിത്ത്, M പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ TK നാരായണൻ, K കുഞ്ഞിരാമൻ, M ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AKM മൊയ്തീൻ, A അബ്ദുൽ സലാം, VB ഉത്തമൻ, MT അബ്ദുൽ ജബ്ബാർ, സലാം പള്ളിക്കണ്ടം, PP ഭരതൻ, KK കുഞ്ഞബ്ദുള്ള തുടങ്ങി നിരവധി പേരും സംഘത്തിലുണ്ടായി. മാവില കടപ്പുറം 12-ൽ പടന്ന കടപ്പുറം തൂക്കുപാലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം, വലിയപറമ്പ് പഞ്ചായത്ത് ഓഫീസ് പരിസരം, ഇടയിലക്കാട് തുരുത്തിലെ നാഗവനവും പരിസരവും, കന്നുവീട് കടപ്പുറം മൈതാനം, തൃക്കരിപ്പൂർ കടപ്പുറം, ഏഴിമല നാവൽ അക്കാദമി തീരം, മാടക്കാൽ തുരുത്ത് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ സമാപന യോഗം ചേർന്നു. 30-ന് കലക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരാൻ തീരുമാനിച്ചു. അടിസ്ഥാന മേഖലയിൽ റോഡ് വികസനമാണ് പ്രധാനമെന്ന വിലയിരുത്തലുണ്ടായി. പദ്ധതികൾ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങൾ അനുയോജ്യമാണോ എന്ന പരിശോധന പിന്നീട് നടത്തും. പഞ്ചായത്ത് തയ്യാറാക്കിയ എമർജിംഗ് വലിയപറമ്പ് പദ്ധതിയുടെ കരട് രേഖ പ്രസിഡന്റ് K സിന്ധു കൈമാറി. എമർജിംഗ് വലിയപറമ്പിനെ സംബന്ധിച്ച് ഒന്നും അറിയാതെ പഞ്ചായത്ത് നിവാസികൾ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കലക്ടറും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ദ്വീപിലെത്തി സംസാരിച്ചതും സന്ദർശിച്ചതും ഒന്നും ജനങ്ങൾ അറിഞ്ഞില്ല. തങ്ങളുടെ ഭരണകാലത്ത് വലിയപറമ്പിന് പുതിയൊരു വികസനപാത സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എമർജിംഗ് വലിയപറമ്പ് എന്ന പദ്ധതിയിൽ ഭരണസമിതി പ്രതീക്ഷിച്ചത്. എന്നാൽ പദ്ധതിയുടെ ആദ്യഘട്ടം തന്നെ പഞ്ചായത്തിന് കല്ലുകടിയായി. 50 കോടിയോളം ചെലവ് പ്രതീക്ഷിച്ച് വലിയപറമ്പിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കാര്യങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടേയില്ല. കഴിഞ്ഞ ദിവസം കലക്ടറും ഉദ്യോഗസ്ഥ സംഘവും ദ്വീപിലെത്തിയപ്പോൾ സ്വീകരിക്കാനുണ്ടായത് പഞ്ചായത്ത് അംഗങ്ങളും ചുരുക്കം രാഷ്ട്രീയ കക്ഷി നേതാക്കളും മാത്രം. പര്യടനത്തിന് എത്തിയ സംഘത്തെ മാവില കടപ്പുറം പാലത്തിന് സമീപം മുതൽ ബാൻഡ് മേളത്തോടെ സ്വീകരിക്കാനായിരുന്നു ലക്ഷ്യം. 3 ബാൻഡ് സെറ്റും വിരലിലെണ്ണാവുന്നവരും മാത്രം ഇതിൽ പങ്കെടുത്തു. വലിയപറമ്പിൽ 3ഓളം വനിതാ വാദ്യസംഘം ഉണ്ടെന്നിരിക്കെ ഇവരെയൊന്നും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വനിതാ വാദ്യസംഘം കടൽക്കരയിൽ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു. സ്വീകരണത്തിന് ശേഷം നടന്ന ചടങ്ങിൽ കസേരകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. എത്തിയവരാകട്ടെ ഒച്ചപ്പാടും ബഹളവും കേട്ടറിഞ്ഞെത്തിയവരും. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് വികസനത്തിനാവശ്യമെന്ന കലക്ടറുടെ പരാമർശം ചിലർക്കുള്ള മുന്നറിയിപ്പായിരുന്നു. കൂട്ടുത്തരവാദിത്തം കണക്കിലെടുക്കാതെയും പരസ്പരം കൂടിയാലോചനകൾ നടത്താതെയുമാണ് പദ്ധതിക്കാവശ്യമായ കരട് സമർപ്പിച്ചതെന്ന ആരോപണമുണ്ട്. പ്രതിപക്ഷ കക്ഷിയായ CPM-നൊപ്പം UDF-ലെ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കുടുംബശ്രീ, ഇതര സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ ഇവരെയൊന്നും പഞ്ചായത്ത് കാര്യങ്ങൾ അറിയിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ജനങ്ങളെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചു വരുത്തി എന്ത് വികസനമാണ് ദ്വീപിൽ നടത്തുന്നത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഏതായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട പുത്തരിയിൽ കല്ലുകടിച്ചത് പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ നാണക്കേടായി മാറി. ചീമേനിയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന താപ വൈദ്യുത നിലയവുമായി ബന്ധപ്പെട്ട് ചീമേനിയിൽ ജനകീയ സംവാദം. താപനിലയം ജനങ്ങൾക്കിടയിൽ ഉയർത്തുന്ന ആശങ്കകൾ പങ്കുവച്ച സംവാദം കയ്യൂർ ചീമേനി പഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷണ സമിതിയാണ് സംഘടിപ്പിച്ചത്.
നിങ്ങളുടെയൊക്കെ ഈ പ്രവർത്തനം കൊണ്ട് കേരളത്തിൻ്റെ ഊർജ്ജ ഉപയോഗം ഒരു യൂണിറ്റ് പോലെങ്കിലും കുറക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് ഒരു യൂണിറ്റ് വൈദ്യുതി അവരെ കൊണ്ട് കുറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് കൂടംകുളം വേണ്ട, ചീമേനി വേണ്ട, പെരിങ്ങം വൈദ്യുതി ഒന്നും വേണ്ട ഇവിടെ. അപ്പോൾ ആ രീതിയിൽ മലയാളികളുടെ വൈദ്യുത ഉപഭോഗ ശീലം മാറ്റാൻ നമ്മൾ തയ്യാറല്ല. ഓരോ വീട്ടിലും അനുദിനം ഉപകരണങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയായിരുന്നു. സത്യമാണ്, അനുദിനം ഉപകരണങ്ങളുടെ കൂടിക്കൊണ്ടുവരുന്നു. ശരാശരി ഉപയോഗം വളരെ കൂടുകയായിരുന്നു. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയനെ സംബന്ധിച്ചിടത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ, അന്യസംസ്ഥാന ഭക്ഷണ സാമഗ്രികൾ, അന്യസംസ്ഥാന പവർ, അപ്പോൾ അന്യസംസ്ഥാനത്തിൻ്റെ ഒരു ലേബലിൽ ഓടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുമ്പോൾ താപനിലയത്തിനായി നീക്കം നടക്കുമ്പോൾ ചീമേനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആശങ്കകളും സംശയങ്ങളുമാണ് ജനകീയ സംവാദത്തിൽ വിഷയമായത്. ചീമേനി ടൗണിൽ നടന്ന സംവാദത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ സംസാരിച്ചു. എം ഗോപാലൻ, കെ സുധാകരൻ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, ഇ കെ രവീന്ദ്രൻ, സുസ്മിത ടീച്ചർ, കെ അനിൽകുമാർ, സുഭാഷ് ചീമേനി തുടങ്ങിയവർ സംസാരിച്ചു. ഊർജ്ജ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ചീമേനിയിലെ താപനിലയം പരിഹാരമാകുമോ? താപനിലയം സംബന്ധിച്ച് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ നിലപാട് വ്യക്തമാക്കുക. ചീമേനിയിലെ ഭൂമി താപനിലയത്തിൻ്റെ മറവിൽ തട്ടിയെടുക്കപ്പെടുമോ? ഹോസ്ദുർഗ് താലൂക്ക് പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ചീമേനിയിൽ താപനിലയം ആരംഭിക്കാമോ തുടങ്ങിയ വിഷയങ്ങൾ സംവാദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തരിശിട്ടപ്പാടത്ത് നൂറുമേനി വിളവ് കൊയ്ത കുടുംബശ്രീ കൂട്ടായ്മ. 6-ാം വാർഡ് കൊയ്യങ്കര ഇടാട്ടുമലിലെ ഹരിത കുടുംബശ്രീ പ്രവർത്തകരാണ് കാർഷിക രംഗത്ത് പുതിയ മാതൃക തീർത്തത്. നഷ്ടക്കണക്ക് പറഞ്ഞ് ഉടമസ്ഥർ ഉപേക്ഷിച്ച് തരിശായി കിടന്ന പാടത്ത് കുടുംബശ്രീ പ്രവർത്തകർ കൃഷിയിറക്കിയപ്പോൾ വിളവ് 100 മേനി. തുടർച്ചയായി 2ാം തവണയും കൃഷിയിറക്കിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. 6-ാം വാർഡ് കൊയ്യങ്കരയിലെ എടാട്ടുമൽ ഹരിത കുടുംബശ്രീ പ്രവർത്തകരാണ് കാർഷിക രംഗത്ത് സ്ത്രീ കൂട്ടായ്മയുടെ പുതിയ മാതൃക സൃഷ്ടിച്ചത്. തരിശായി കിടന്ന 2.5 ഏക്കർ കൃഷിയിടത്തിലാണ് ഇവരുടെ അധ്വാനത്തിലൂടെ പൊൻകതിരുകൾ വിരിഞ്ഞത്. ജലസേചനവും വളപ്രയോഗവും അനുബന്ധമായ ഇതര പ്രവർത്തനങ്ങളുമെല്ലാം ഇവർ തനിച്ചാണ് നിർവഹിച്ചത്. ഉമ വിത്താണ് ഇവർ കൃഷിയിറക്കിയത്. പച്ചക്കറി കൃഷിയിലും ഇവർ മികച്ച വിജയം കണ്ടെത്തിയിരുന്നു. കുഞ്ഞിപ്പാറു, തമ്പായി, കല്യാണി, ശാരദ, സാവിത്രി, ചന്ദ്രമതി, മാമുനി കല്യാണി എന്നിവരാണ് യൂണിറ്റിലെ അംഗങ്ങൾ. കൃഷിയുടെ വിളവെടുപ്പ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത നിർവഹിച്ചു. സംസ്ഥാന വനിതാ പൈക്ക കായികമേള ഒക്ടോബർ 13-14 തീയതികളിൽ കാരി കുണ്ടുപടന്ന ന്യൂ ജോളി ക്ലബ്ബ് മൈതാനിയിൽ നടക്കും. സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ കായികമേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന വനിതാ പൈക്ക കായികമേള 2012 കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ആതിഥ്യമരുളുകയാണ്. ഒക്ടോബർ 13-14 തീയതികളിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരി കുണ്ടുപടന്ന ന്യൂ ജോളി ക്ലബ്ബ് മൈതാനിയിലാണ് വോളിബോൾ, കബഡി, ഖോഖോ മത്സരങ്ങൾ നടക്കുന്നത്. ഒക്ടോബർ 13 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിളംബര ജാഥ നടക്കും. കാസർഗോഡ് ADM H ദിനേശ് ഫ്ലാഗ് ഓഫ് ചെയ്യും. വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ KC ഏലമരക്കു ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 5 മണിക്ക് കലാപരിപാടികൾ നടക്കും. 6:30 ജിമ്മി ജോർജ് അനുസ്മരണം നടക്കും. ജിമ്മി ജോർജിന്റെ മാതാപിതാക്കൾ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, മേരി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരിക്കും. ഇന്ത്യൻ വോളിബോൾ താരം സെബാസ്റ്റ്യൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തും. രാത്രി 7 മണിക്ക് ജിമ്മി ജോർജ് അനുസ്മരണ CD പ്രദർശനവും നടക്കും. വോളിബോളിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൊല്ലം ജില്ലയും 2ാം സ്ഥാനക്കാരായ കണ്ണൂർ ജില്ലയും ഉൾപ്പെടെ 13 ജില്ലാ ടീമുകളാണ് മത്സരത്തിനെത്തുന്നത്. കേരള, മഹാത്മാഗാന്ധി, കോഴിക്കോട്, കണ്ണൂർ എന്നീ സർവകലാശാല താരങ്ങളും സംസ്ഥാന സീനിയർ, യൂത്ത്, ജൂനിയർ താരങ്ങളും പങ്കെടുക്കും. ആതിഥേയരായ കാസർഗോഡിനെ നയിക്കുന്നത് ജൂനിയർ ഇന്ത്യൻ താരം അഞ്ജു ബാലകൃഷ്ണനും കണ്ണൂരിന് വേണ്ടി അഖിലേന്ത്യാ അന്തർ സർവകലാശാല കിരീടം നേടിയ കണ്ണൂർ യൂണിവേഴ്സിറ്റി താരങ്ങളായ ഷിൻസി, സാന്ദ്ര, ഏവ്ലിൻ ജോൺ എന്നിവരുമാണ്. കബഡി ഇനത്തിൽ 13 ജില്ലകൾ മത്സരത്തിനായി എത്തിച്ചേരും. കഴിഞ്ഞ വർഷത്തെ 1ാം സ്ഥാനക്കാരായ തിരുവനന്തപുരവും 2ാം സ്ഥാനക്കാരായ എറണാകുളവും മത്സരത്തിന് എത്തിച്ചേരും. ഖോഖോ ഇനത്തിൽ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ വനിതാ വിഭാഗത്തിൽ 1ാം സ്ഥാനക്കാരായ കേരളത്തിന്റെ കളിക്കാർ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. സംസ്ഥാന താരങ്ങളായ രശ്മി R, ഷീബ D, സൗമ്യ M, വിൻസി പോൾസൺ, ധന്യ, ലിജി എന്നിവരും കളിക്കളത്തിലിറങ്ങും. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനക്കാരായത് തിരുവനന്തപുരം ജില്ലയും 2ാം സ്ഥാനം മലപ്പുറത്തിനുമാണ്. വോളിബോൾ മത്സരങ്ങൾ 2 കോർട്ടുകളിലായി 14 രാവിലെയും കബഡി, ഖോഖോ എന്നീ മത്സരങ്ങൾ 13-ാം തീയതി രാത്രി ഫ്ലഡ് ലൈറ്റിലും നടക്കും. ടീമുകൾ താമസിക്കുന്ന വീടുകളിലെ വീട്ടമ്മമാർ ടീമിന്റെ ലോക്കൽ മാനേജറായി പ്രവർത്തിക്കും. മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ജനപ്രതിനിധികളെയും നാട്ടുകാരെയും കായിക സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി
അതിവിപുലമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൗൺസിൽ സെക്രട്ടറി മുരളീധരൻ പാലാട്ട, കൗൺസിൽ പ്രസിഡന്റ് എം അച്യുതൻ മാസ്റ്റർ, സി നാരായണൻ, കെ ശ്രീജ, കെ പവിത്രൻ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കാർത്യായനി, കൗൺസിൽ സെക്രട്ടറി മുരളീധരൻ പാലാട്ട്, കൗൺസിൽ പ്രസിഡന്റ് എം അച്യുതൻ മാസ്റ്റർ, സി നാരായണൻ, കെ ശ്രീജ, കെ പവിത്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രത്യേക വികസന പദ്ധതി കലക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം വലിയപറമ്പ് സന്ദർശിച്ചു. പദ്ധതി കാര്യത്തിൽ ഭരണസമിതി ലാഘവബുദ്ധിയോടെ പെരുമാറിയെന്ന് ആരോപണം. ചീമേനിയിൽ താപ വൈദ്യുത നിലയം, ജനങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ച് ചീമേനിയിൽ ജനകീയ സംവാദം. തരിശിട്ടപ്പാടത്ത് 100 മേനി വിളവുമായി കുടുംബശ്രീ പ്രവർത്തകർ. 2.5 ഏക്കർ വയലിൽ കൃഷിയിറക്കിയത് എടാട്ടുമൽ ഹരിത കുടുംബശ്രീ യൂണിറ്റ്. സംസ്ഥാന വനിതാ പൈക്ക കായികമേള ഒക്ടോബർ 13-14 തീയതികളിൽ ചെറുവത്തൂരിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.